നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ താരങ്ങൾ, ഇന്ത്യക്കാരുടെ തന്നെ തിളക്കവും അഭിമാനവും, സ്മൃതി ഇറാനിയും ശശി തരൂറും, ഇന്ന് ഒരാളുടെ മുഖം BJP അവരുടെ പോസ്റ്ററിൽ നിന്ന് പോലും ഒഴിവാക്കി. ശശി തരൂർ എന്ന പേര് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മുഖത്ത് ഇപ്പോൾ ചുളിവുകൾ വീഴുന്നു. അയാളുടെ പുസ്തകങ്ങൾ ഇപ്പോൾ പഴയതുപോലെ വിജയിക്കുന്നില്ല. രാഹുലിനെ തോൽപ്പിച്ച ശബ്ദം ഇപ്പോൾ മൗനമായോ? UN മനസ്സുള്ള എഴുത്തുകാരൻ തിരികെ വരില്ലേ? ഇന്നത്തെ ഈ വീഡിയോയിലെ നമ്മുടെ ചോദ്യം ഇതാണ്: ഇരുവരുടെയും രാഷ്ട്രീയ ഭാവി അവസാനിച്ചോ? ഇവരുടെ രാഷ്ട്രീയ ഭാവിയുടെ ഗ്രാഫ് കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഞെട്ടും എന്നുറപ്പ്. ഒരു കാലത്ത് ശബ്ദവും ശക്തിയും സ്റ്റൈലും ഒന്നിച്ച് പൊളിച്ചെഴുതിയ രണ്ട് നേതാക്കന്മാരായിരുന്നു സ്മൃതി ഇറാനിയും ശശി തരൂറും. പക്ഷേ ഇന്ന് രാഷ്ട്രീയത്തിൽ ഇരുവരുടെയും സ്ഥാനം വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സ്മൃതി ഇറാനി 2019 രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തിയപ്പോൾ ആ വിജയം ദേശീയ തലത്തിൽ ഒരുപാട് ആഘോഷിക്കപ്പെട്ടു. ഒരു അഭിനയ താരത്തിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ ഉയർന്നതിൻ്റെ ഉദാഹരണമായി സ്മൃതി ഇറാനി സ്വീകരിക്കപ്പെട്ടു. പക്ഷേ 2024 ആ അമേഠി മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ് തങ്ങളുടെ വലിയ പ്രശസ്തനല്ലാത്ത ഒരു പ്രവർത്തകനെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിപ്പിച്ച് അവരെ പരാജയപ്പെടുത്തി തിരിച്ചടിച്ചു. സ്മൃതി ഇറാനിയുടെ പ്രവർത്തനം സ്ഥലത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ BJP പരാജയപ്പെട്ടു എന്നാണ് അന്നവർ പറഞ്ഞത്. സ്മൃതിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. പാർട്ടിക്കകത്തുള്ള അമിത സ്വാധീനവും വ്യക്തിപരമായ പെരുമാറ്റ രീതികളും കണക്കിലെടുത്ത് BJP വളരെ സാവധാനത്തിൽ സ്മൃതി ഇറാനിയെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ് എന്നത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന വാസ്തവമാണ്. ഇപ്പോൾ ഒരുപാട് സൂചനകൾ കാണിക്കുന്നത് സ്മൃതി ഇറാനി വീണ്ടും ടെലിവിഷനിലേക്കോ സിനിമയിലേക്കോ മടങ്ങാൻ തയ്യാറാകുകയാണ് എന്നതാണ്. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും പുതിയ കഥാപാത്രങ്ങൾക്കായുള്ള താരത്തൊഴിലാളികളുമായുള്ള ചർച്ചകളും മറ്റും കാണുമ്പോൾ ഇത് ഉത്തമ തെളിവായി തന്നെ നമുക്ക് വ്യക്തമാകുന്നു. BJP ഇന്ന് സ്മൃതി ഇറാനിയെ ഒരു പ്രധാന നേതാവായി പരിഗണിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇതുപോലെ തന്നെ ശശി തരൂർ എന്നും വലിയ പേരുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു. നല്ല ഇംഗ്ലീഷ്, മനോഹരമായ പ്രസംഗങ്ങൾ, യുണൈറ്റഡ് നേഷൻസ് ബാക്ക്ഗ്രൗണ്ട്, ഒരു നല്ല സാഹിത്യകാരൻ, അതിലൊക്കെ ഉപരി ഓൾ ഇൻ വൺ പൊളിറ്റീഷ്യൻ എന്ന ഒരു വലിയ ഇമേജ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തരൂറിന്റെ ജനപ്രീതി കുറഞ്ഞു വരികയാണ്. സോഷ്യൽ മീഡിയയിലെ ആഘോഷങ്ങൾ ഇപ്പോൾ നന്നേ കുറയുന്നു. പുസ്തകങ്ങൾ പഴയതുപോലെ വിറ്റുപോകുന്നില്ല. അതേപോലെ അദ്ദേഹത്തിന്റെ പൊതു പ്രസംഗങ്ങൾ പഴയതുപോലെ ആളുകൾ ഏറ്റെടുക്കുന്നില്ല. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട പഴയ കേസ് വീണ്ടും പുറത്തു വരുന്ന സാധ്യതകളും അദ്ദേഹത്തെ ശക്തമായി ബാധിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ തുടരുമ്പോൾ ആ കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തരൂരിന്റെ പാർട്ടിക്കുള്ളിൽ പിന്തുണ പലതവണ ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് പേർ ഇദ്ദേഹത്തെ ഒരു അംഗീകരിക്കപ്പെട്ട മുഖം എന്ന നിലയിൽ ഇപ്പോൾ കാണുന്നില്ല. UDFന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോഴുണ്ടായ പ്രതികരണങ്ങൾ അതിനുള്ള തെളിവായിരുന്നു. ഇനി നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഇവർ രണ്ടുപേരുടെയും പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായ മതിപ്പിന്റെ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. ഈ ഗ്രാഫ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2014 ശശി തരൂർ UN പശ്ചാത്തലത്തിൽ ഒരു വലിയ ഹൈപ്പുള്ള വ്യക്തി, കോൺഗ്രസിൽ ഉജ്ജ്വല സ്വീകരണം നേടി നിൽക്കുന്ന ഒരു സമയം. അതുപോലെ 2014 സ്മൃതി ഇറാനി തെരഞ്ഞെടുപ്പിൽ കഠിന പോരാട്ടം ആരംഭിച്ച സമയമാണ്. കൃത്യമായ പൊതു സ്വാധീനമില്ലെങ്കിലും സാധ്യത നമുക്കിവിടെ കാണാം. ഇനി അങ്ങോട്ട് വരുമ്പോൾ 2016 സ്മൃതി BJP സർക്കാർ അവരെ ഏറ്റെടുക്കുന്നു. അവരുടെ ഇമേജ് വലിയ രീതിയിൽ കുതിച്ചു കയറി. സാമൂഹ്യ നീതി മന്ത്രി ആയതോടെ മീഡിയ കവറേജ് കുത്തനെ ഉയരുന്നു. അതേ സമയത്ത് ശശി തരൂർ, അതായത് 2016 ലോകസഭയിലെ മികച്ച അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വലിയ ഇമേജ് അദ്ദേഹം നേടിക്കൊടുത്തു. അതുപോലെ വൈ ഐ ആം എ ഹിന്ദു പോലുള്ള പുസ്തകങ്ങൾ കൊണ്ട് ശരിയായ രീതിയിൽ അദ്ദേഹം വളർച്ച തുടരുന്ന ഒരു സമയമാണ്. ഇനി അങ്ങോട്ട് 2018 വരുമ്പോൾ സ്മൃതി രാഹുലിനെതിരെ അമേഠിയിൽ അട്ടിമറി വിജയം നേടുന്നു. ദേശീയ തലത്തിൽ മുദ്രയായി അവർ മാറുന്നു. BJPയുടെ പാർലമെന്റിലെ ജ്വലിക്കുന്ന വ്യക്തിത്വമായി സ്മൃതി ഇറാനി ഉയരുന്നു. ഇത് അവരുടെ കരിയറിലെ ഏറ്റവും വലിയ ജ്വലിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയാം.
അതേസമയം 2018 തരൂറിന്റെ കാര്യം എടുക്കുമ്പോൾ ഒരു നല്ല എഴുത്തുകാരൻ എന്ന നിലയിലും നല്ല ഒരു പ്രാസംഗികൻ എന്ന രീതിയിലും അദ്ദേഹത്തിന്റെ ഇമേജ് നല്ല രീതിയിൽ കുതിച്ചു കയറിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. അതിനുശേഷം 2020 എടുക്കുമ്പോൾ ഇരു നേതാക്കന്മാരുടെയും സ്കോറിൽ ഒരു നേരിയ ഇടിവ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ആ സമയം ഒരു കോവിഡിന്റെ കാലഘട്ടമൊക്കെയാണ്. സാമൂഹിക പ്രവർത്തകർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും ആ സമയത്ത് തരൂറിന്റെ പ്രസംഗങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായി. സ്മൃതി ആകട്ടെ ഇന്റേണൽ പാർട്ടി വിമർശനങ്ങൾക്ക് ആ സമയത്ത് വിധേയനായിരുന്നു. ഇനി 2022 വരുമ്പോൾ സ്മൃതി പ്രാദേശിക തലത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പാർട്ടിയുടെ അകത്തുള്ള ആളുകളിൽ നിന്നുള്ള അകൽച്ച നിലവിൽ വലിയ തിരിച്ചടിയായി അവർക്ക് മാറി. ആ സമയത്ത് തരൂർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും ചർച്ചയാകുന്ന ഒരു സമയമായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പലരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന സൂചനകൾ പുറത്തേക്ക് വരുന്ന ഒരു സമയം. ജനങ്ങൾക്കിടയിൽ വലിയ സംശയം ഉണ്ടാകുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഇമേജിനെ ആ സമയത്ത് ശരിയായി ബാധിക്കും. ഇനി നമുക്ക് 2024 വന്നാലോ? ഇരു നേതാക്കന്മാരുടെയും ഗ്രാഫ് കുത്തനെ താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സ്മൃതി ഇറാനി അമേഠിയിൽ അമ്പെ പരാജയപ്പെട്ടു. പബ്ലിക് കണക്ഷൻ അവർക്ക് നഷ്ടപ്പെട്ടു. പാർട്ടിയുടെ മുഖമായി ഇനി അവരെ കണക്കാക്കുന്നില്ല എന്നൊരു ബോധം ജനങ്ങൾക്കിടയിൽ വന്നു. എന്നാൽ തരൂരാകട്ടെ പുസ്തകങ്ങൾക്കും പ്രസംഗങ്ങൾക്കും മുമ്പത്തെ സ്വാധീനമില്ല. ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും അന്വേഷിക്കാൻ ഒരുങ്ങുന്നു. അതുപോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ ഭൂരിപക്ഷം തിരുവനന്തപുരത്ത് ഒരുപാട് താഴേക്ക് കുറയുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇന്ന് സ്മൃതിയും തരൂരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന റോളുകളിൽ നിന്നും പിന്നോട്ട് നിൽക്കുകയാണ്. പാർട്ടികൾ അവരുടെ നേട്ടങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇനിയൊരു പുതിയ തലമുറയെ വളർത്താനുള്ള ചിന്തയിലാണ് എന്നതാണ് ഇപ്പോൾ ഇവരുടെ പിൻവലിപ്പുകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത്. രാഷ്ട്രീയത്തിൽ ഒരുപാട് തിളങ്ങാൻ കഴിവുള്ള രണ്ട് നേതാക്കന്മാരായിരുന്നു സ്മൃതി ഇറാനിയും ശശി തരൂരും. എന്നാൽ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ, നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കും നിശ്ചയിക്കാനാവില്ല. സ്മൃതി ഇറാനിയുടെ അഹങ്കാരവും ശശി തരൂരിന്റെ നിലപാട് മാറ്റവും തങ്ങളെ സ്നേഹിക്കുന്ന അണികളിൽ നിന്നും അവരെ അകറ്റി എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത്. സ്മൃതി ഇറാനിയും ശശി തരൂരും പഴയതുപോലെ ശക്തമായി രാഷ്ട്രീയത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ആർക്കും പ്രവചിക്കാൻ ആവില്ല. ചിലപ്പോൾ സ്മൃതി ഇറാനി രാഷ്ട്രീയം വിട്ട് നല്ലൊരു സിനിമാ നടിയോ സീരിയൽ താരമോ ആയി വീണ്ടും കളം നിറയുമോ എന്ന് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതുപോലെ ശശി തരൂർ തൻ്റെ പഴയ പ്രഭാവം വീണ്ടെടുത്ത് പുതിയ പുസ്തകങ്ങളുമായി ജനഹൃദയത്തിലേക്ക് ചേക്കേറി അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഒരു രണ്ടാം ഊഴത്തിനായി ശ്രമിക്കുമോ എന്നും നമുക്ക് നോക്കിക്കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. അതുപോലെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ മറ്റ് പുതിയ വാർത്തകളുമായി ഇനി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.